ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേരുന്നു. അപ്പം ഓണത്തിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ഒരു വളരെ സിമ്പിളായിട്ട് ഒരു പായസം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് റവയാണ് എടുത്തത്. ഇത് ഞാൻ കഴുകി ഉണക്കി എടുത്തു വച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരേക്കും വേവിക്കണം. വിസിലൊക്കെ വന്ന് സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളെടുത്ത വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരുന്നു. ഇനി ഇതിലേക്ക് 1/4 കപ്പിലും കൂടുതലായിട്ട് കുറച്ച് കൂടുതലായിട്ട് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് അടുപ്പ് ചെറിയ തീയിൽ വെച്ചാൽ മതി. ആ സമയം കൊണ്ട് 1/2 കപ്പ് തേങ്ങ ഒരു മിക്സി ജാറിൽ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ റവയും ശർക്കരയും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മിക്സി ജാറിൽ തന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം കൂട്ടിയോ കുറച്ചോ ചേർക്കാം. തിളയ്ക്കുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡിയായി. ഇനി പായസത്തിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ തേങ്ങാക്കൊത്തോ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡിയായി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പായസത്തിൻ്റെ കട്ടിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയോ കുറച്ചോ ചേർക്കാം. അതുകൂടാതെ നിങ്ങൾ എടുക്കുന്ന ശർക്കരയുടെ മധുരത്തിനനുസരിച്ചും നിങ്ങൾക്ക് ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.